അപ്പോ എവിടെ പോവാ നീ? ഒന്ന് പുറത്തേക്ക് പോവാ. അതെവിടേക്കെന്നാ ചോദിച്ചത്? എവിടേക്കാന്ന് തീരുമാനിച്ചിട്ടില്ല. രണ്ടു ദിവസമായിട്ട് ഞാൻ റൂമിൽ തന്നെ ആയിരുന്നല്ലോ. കുറച്ചു നേരം പുറത്തെവിടെയെങ്കിലും ഒന്ന് പോണമെന്ന് തോന്നി. പേടിക്കണ്ട, ഞാൻ മാളുവിനെ കാണില്ല. അവളെ വിളിക്കോ ഒപ്പം കൊണ്ടുപോവോ ചെയ്യില്ല. വരുന്നതും പോകുന്നതും ഒക്കെ തനിച്ചായിരിക്കും. അതെ, മദ്യപിക്കില്ല, ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ആരുമായും കൂട്ടുകൂടി പ്രശ്നം ഉണ്ടാക്കില്ല. ഇത്രയൊക്കെ ഉറപ്പ് പോരെ? ബിപി എന്താ അവളോടൊന്നും സംസാരിക്കാത്തത്? രഘു, ഗുഡ് മോർണിംഗ്. വീട്ടിലാണ്. എന്താ രഘു, നമ്മുടെ ഏരിയയിലോ? ഇന്നത്തെ പത്രത്തിലോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശരി, ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. ഗീത, ഗീത, എന്താ ബിപി? കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നീങ്ങാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒഴിവാക്കപ്പെടുക തന്നെയാണ്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കാര്യം എന്താണെന്ന് തെളിച്ചു പറ. മുരളി ആ വീടും സ്ഥലം വിൽക്കാൻ പോവാ. വീട് വിൽക്കാൻ പോവാണെന്നോ? ഇതാരാ പറഞ്ഞേ? ആര് പറഞ്ഞാലും അത് വെറുതെ ആവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുരളി അശ്വതിയും നമ്മളോട് സൂചിപ്പിക്കെങ്കിലും ചെയ്യില്ലേ? അല്ലെങ്കിൽ തന്നെ അവർക്കിപ്പോ അതിന്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട് ഗീത, ആവശ്യമുണ്ട്. അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. VP ഇതെങ്ങനെ അറിഞ്ഞു? ഇപ്പൊ എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉള്ള ആളാ രഘു. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് വിൽക്കാനുണ്ടെന്നുള്ള പത്രപരസ്യം കണ്ടിട്ടാ അയാളെ വിളിച്ചത്. എനിക്കറിയാവുന്ന ആളാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണത്രേ. പരസ്യത്തിലെ കോണ്ടാക്ട് നമ്പറിൽ രാവിലെ തന്നെ അയാൾ വിളിച്ചു നോക്കി. മുരളീകൃഷ്ണൻ എന്നാണ് ഹൗസ് ഓണറുടെ പേരെന്ന്. അത് ചിലപ്പോ നമ്മുടെ മുരളി തന്നെ ആവണമെന്നില്ലല്ലോ VP. ആളതന്നെയാ ഗീത. പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പർ മുരളിയുടെ തന്നെയാ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം, അതും ആരെ അറിയിക്കാതെ? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ലിസ്റ്റിലില്ലെന്നേ ഉള്ളൂ. എല്ലാവരും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഗീത. ഏറ്റവും അടുപ്പമുള്ളവർ തന്നെയാണ് ആദ്യം ഗുഡ് ബൈ പറയാൻ തിരക്ക് കൂട്ടുന്നത്. മുരളി അശ്വതിയും പാവങ്ങളായതുകൊണ്ട് സ്വയം ഒഴിവാവുന്നു. മറ്റുള്ളവരിൽ നിന്ന് അത്ര പോലും ദാക്ഷിണ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരില്ല. കോക്കുവിളിയും കല്ലറിയും ഒക്കെ ഉണ്ടാവും. VP എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതൊന്നൊരു എക്സ്ക്യൂസ് അല്ല ഗീത. ആൾക്കാരുടെ മനസ്സ് അങ്ങനെയാ. അവർക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങളോട് വളരെ പരുഷമായി അവർ പ്രതികരിച്ചെന്നിരിക്കും. ആളും തരമൊന്നും അവർക്കതിൽ പ്രശ്നമേ അല്ല. എന്നാലും
എന്തുദ്ദേശിച്ചിട്ടാവും മുരളി ഇങ്ങനെയൊക്കെ? ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എത്രയും വേഗം നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മളും അവർക്കൊരു ബാധ്യതയാവുമെന്ന് അവർ നല്ലതുപോലെ ഭയപ്പെടുന്നുണ്ടിപ്പോൾ. ആ ഇന്ദിരാമയുടെ ബുദ്ധിയാവും ഇതിന്റെ പിന്നില്. ബുദ്ധി ആരുടേതായാലും മുരളിക്കത് സ്വീകാര്യമായല്ലോ. അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഞാനിപ്പോൾ വരാം. എങ്ങോട്ടാ?